everyone, hope you all are doing good and great. Welcome to a get ready with me video. പക്ഷേ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഫുള്ള് സംസാരിച്ചിട്ടായിരിക്കും ചെയ്യണത്. പക്ഷേ ഗെറ്റ് റെഡി വിത്ത് മീ എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെയാണ്. കാരണം എൻ്റെ കസിൻ്റെ താത്താൻ്റെ ഡ്രസ്സ് വഴി ഇരിക്കണം ഞാൻ കണ്ടപ്പോൾ എനിക്കത് പെട്ടെന്ന് ഇടാനുള്ളൊരു ത്വര വന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ ഓൾട്ടർ ചെയ്തിട്ട് അതിട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം ഞാൻ ആ ഡ്രസ്സ് ഇപ്പോൾ ഇടേണ്ടത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇന്ന് ബാക്ക്ഗ്രൗണ്ട് ചെറിയ മാറ്റമുണ്ട്. ഇതിൻ്റെ റൂമല്ല, എൻ്റെ കാക്കാൻ്റെ റൂമാണ്. ഈവനിങ് ആയാൽ ഇവിടെ ആയിരിക്കും ലൈറ്റ്സ് വരിക. സോ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് റെഡി ആവാമെന്ന്. അപ്പോൾ ഞാൻ ട്രൈപോഡും മേക്കപ്പിൻ്റെ സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നാണ് റെഡി ആകാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുനിഞ്ഞിരുന്നാൽ പിന്നെ അടുത്ത് വരാൻ പോകുന്ന നടുവേദന ഇരിക്കും. അപ്പോൾ യെസ് ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ. നിങ്ങൾ വിചാരിക്കും ആദ്യം ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് കൊടുക്കുക ഗെറ്റ് റെഡി വിത്ത് മീ എന്ന്. വെച്ചാൽ ഞാനൊരു റീല് കണ്ട് ട്രാൻസിഷൻ വീഡിയോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കണ്ടപ്പോൾ മുതൽ മുട്ടിയതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ. അപ്പോൾ ആ ഒരു വീഡിയോക്ക് ഫസ്റ്റ് ഷോട്ടിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പിങ്ക് ലിപ്സ്റ്റിക്ക് ഇട്ടതാണ്. അതാണ് നമുക്ക് ഞാൻ അയച്ചുള്ളത്. നമുക്ക് വേറെ ഷെയ്ഡ് ഇടാം. സോ ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ലുക്ക്? അപ്പം ഞാൻ ഈ ലുക്കിലായിരിക്കും മേക്കപ്പ് ചെയ്യാൻ പോണത്. കാരണം എൻ്റെ ഡ്രസ്സുമേലാക്കണ്ട, എൻ്റെ ഡ്രസ്സല്ല, അത് ഓളെ ഡ്രസ്സാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അതിൽ നമ്മൾ മേക്കപ്പ് ആക്കാൻ പാടില്ലല്ലോ. സോ ഇതിൽ ചെയ്യാം. ഫൈനലി ലാസ്റ്റ് ആയിട്ട് ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കാം. ഇതാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ്. ഇതാണ് സംഭവം. ഒരു ഫ്ലെയർ ആണ് മൊത്തം, താഴെ വരെ, എനിക്ക് താഴെ വരെ ഉണ്ട് ഉള്ളൊരു ഫ്ലെയർ ആണ് സംഭവം. അപ്പം എന്താ പറയാൻ വന്നത്, അപ്പം ഞാൻ എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ഇപ്പം ഇവിടെ വന്നിരിക്കുക. എൻ്റെ കാക്കാൻ്റെ റൂമിൽ ചെയറും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ ചെരിച്ച് വെച്ച് ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ എത്തും. ക്യാമറ ഈ ആംഗിളൊക്കെ ആവും. ഇപ്പം എനിക്ക് ചാർജ് ചെയ്യാനുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പം ഫസ്റ്റ് നമുക്ക് മുടി കെട്ടിയിട്ട് തുടങ്ങാം. മുടി കെട്ടണം, എന്നിട്ട് പോയിട്ട് ഫേസ് ഒന്ന് കഴുകണം. കഴുകിയിട്ട് ഡ്രൈ ആയിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ടായിരിക്കും നമ്മൾ മേക്കപ്പ് തുടങ്ങി. ഇപ്പോൾ സൺസ്ക്രീൻ ഒന്നും ഞാൻ ഇടണില്ല. ആകെ അരമണിക്കൂറിൻ്റെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്കാണ് ഞാൻ മാറ്റി വരികണത്. ബൈ ദ വേ, നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടിലിട്ട്? എനിക്കറിയില്ല എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന്. നിങ്ങൾ കോപ്പറേറ്റ് വന്ന് എൻ്റെ ചാനൽ അടിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പാട്ടില്ലാണ്ട് എനിക്ക് റെഡി ആവാൻ കഴിയില്ല. അതാണ് ഒരു പ്രശ്നം. ഈ പാട്ട് ഇട്ടിട്ടാണെങ്കിൽ പിന്നെ ഞാൻ വോയിസ് ഓവർ എടുക്കുന്നത്. പക്ഷെ ഇന്നത്തെ വീഡിയോ വോയിസ് ഓവർ അല്ലാന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. ഇതാണ് എൻ്റെ എന്താ ഇതിന് പറയാ, ആയുധപ്പെട്ടി. ഇതിലാണ് എൻ്റെ മേക്കപ്പ് സാധനം മൊത്തം ഉണ്ട്. എൻ്റെ എല്ലാ മേക്കപ്പ് സാധനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ 1 മന്തൊക്കെ എനിക്ക് വെക്കേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മൊത്തം എടുത്തിട്ടാണ് വന്നത്. അപ്പം നമ്മൾ ഫേസ് പെട്ടെന്ന് ഡ്രൈ ആക്കിയിട്ട് ഇപ്പോൾ തന്നെ ഈ റൂമിലെ സൺലൈറ്റ് വരിക. എനിക്ക് സൺലൈറ്റിൽ ആണ് വീഡിയോസും ഫോട്ടോസും എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചടപ്പടി എന്നും പറഞ്ഞിട്ട് റെഡി ആയിട്ട് ഫോട്ടോസ് എടുക്കണം. ഇപ്പോഴാണ് എൻ്റെ ഫേസിന് എനിക്കൊരു ശ്വാസം വീണത് മുഖം കഴുകിയപ്പം. സോ ഫസ്റ്റ് ഐ സ്റ്റാർട്ട് വിത്ത് മൈ മോയ്സ്ചറൈസർ. എനിക്ക് പോൺസിൻ്റെ 2 മോയ്സ്ചറൈസർ ഉണ്ട്. മേക്കപ്പ് ഒക്കെ ഇടുമ്പം എപ്പോഴും എനിക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടം ഈ ഒരു സാധനമാണ്. പോൺസിൻ്റെ ഹൈഡ്രാ മിറാക്കിൾ ഹിലറോണിക് ജെൽ. അടിപൊളിയാണ്, ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. നമുക്ക് നല്ല ഇതിട്ടിട്ട് മേക്കപ്പ് ഇട്ടാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. അത്യാവശ്യം ഹൈഡ്രേറ്റിംഗും ആണ്. എൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ സ്കിന്നിന് ഏറ്റവും പെർഫെക്റ്റ് മറ്റേതാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അതേപോലെ തന്നെ എനിക്ക് നല്ല കൺഫ്യൂഷൻ. ഞാനിപ്പോൾ എൻ്റെ എന്താ പറയുക, മേക്കപ്പ് കയ്യോളും വർത്താനം പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ എത്ര ലെങ്ത് ഉണ്ടാവും? 20-25 മിനിറ്റ് ഉണ്ടാവില്ലേ? അയ്യോ, അതുകൊണ്ട് ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. വേറൊരു കാര്യം, ഞാൻ എൻ്റെ തലൻ്റെ മേലെയാണ് AC നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പിന്നെ ഇതാണ് എൻ്റെ പുതിയ ആക്സസറി ഓർഗനൈസർ. ഇത് 2 ഇങ്ങനെയുള്ളൂ കേട്ടോ. പക്ഷെ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടും വെക്കാം. ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വേണമെങ്കിൽ അട്ടിക്കട്ടിക്കും വെക്കാം. ഇതിന് 2 100 രൂപയാണ് ആയത്. ഞാൻ മേടിച്ച മിനിസോയിൽ ഞാൻ കണ്ടപ്പോൾ മേടിച്ചിരുന്നു. അപ്പം ഞാൻ മേടിച്ച ആവശ്യം പോകുമ്പോൾ 2 മേടിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ബോക്സ് തന്നെ ആക്കാന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. അതിൽ 2 കളർ കൺസീലർ ഉണ്ട്. ഇത് മാഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് നൈക്കേൻ്റെ കളർ കൺസീലറാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് നമ്മളെ മാഴ്സിൻ്റെ കളർ കൺസീലറാണ്. അതാണ് എനിക്ക് നൈക്കേനേക്കാളും ഇഷ്ടമായത്. മാഴ്സിൻ്റെ ആണ്. അടിപൊളിയാണ് സാധനം, ഭയങ്കര അഫോർഡബിൾ ആണ്. എനിക്ക് മാഴ്സ് അതേപോലെ സ്വിസ് ബ്യൂട്ടി ആ 2 ബ്രാൻഡ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡാണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് ഓര് കൊടുക്കുന്നത്.
എപ്പോഴും വെറൈറ്റി ലിപ്സ്റ്റിക് ആണെങ്കിലും ബ്ലഷ് ആണെങ്കിലും ഓരോ സാധനം ഓരോ കയ്യിലുണ്ടാവും. പക്ഷെ എല്ലാവർക്കും മേടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ കൺസീലർ ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഈ സാധനം ഞാൻ കുറേ മുന്നേ മേടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ യൂസ് ആക്കിയിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ യൂസ് ആക്കിയിട്ടേ ഇല്ല ഈ സാധനം. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കതൊന്നും ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ. ഇത് കൺസീലറിന്റെ ഞാൻ ലിങ്ക് കൊടുക്കാം, ഇതിന്റെ വേണമെങ്കിൽ എനിക്ക് വിവരിക്കാൻ വയ്യ. ഇത് നിങ്ങൾ കണ്ടോ, തൊപ്പിയിട്ടപ്പം മൈലാഞ്ചിനകത്തുമേലായിപ്പോയി, പിന്നെ നഖവും ചോന്ന്. എന്തൊരു വൃത്തികേടാണ് ഇത്. പിന്നെ എന്താ കാട്ടുകയെന്ന് എനിക്കറിയില്ല. മിക്കവാറും അതിന്റെ മേലെ കൂടെ ബ്ലാക്ക് തന്നെ ഇടും, എന്നാൽ പിന്നെ അത്ര വൃത്തികേടുണ്ടാവില്ലല്ലോ. ഞാനില്ലേ ഇങ്ങനെ കോളും മെസ്സേജൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും വിചാരിച്ചിട്ടേ നെറ്റ് ഓഫ് ആക്കിയിട്ടാ വീഡിയോ എടുക്കണം. എനിക്ക് എന്തൊരു ഡെഡിക്കേഷനാണ്. അർജന്റായിട്ട് ഒരാൾ വിളിച്ചാൽ പോലും ഞാൻ എടുക്കൂല. ഞാൻ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പം എനിക്ക് വല്ലാണ്ടുണ്ട്. സത്യം പറഞ്ഞാലേ കുറച്ച് ദിവസം ഇങ്ങനെ വീട്ടിലടങ്ങിയിരുന്നിട്ട് ടാനൊക്കെ പോകുന്നുണ്ട്. കുറച്ച് പുരോഗമനം ഉണ്ട് എൻ്റെ സ്കിന്നിൽ. സത്യമായിട്ടും നല്ല പുരോഗമനമുണ്ട്. പാട്ട് കേൾക്കുന്നുണ്ടോ? ഇനി നമ്മൾ കൺസീലറിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റൈറ്റ് നൗ ഇതല്ല, എനിക്ക് വേറൊരു ഫേവറേറ്റും കൂടെ ഉണ്ട്. ഓക്കെ, നീ മറക്കൽ സ്വിസ് ബ്യൂട്ടി, മാബെലൈൻ, അതേപോലെ തന്നെ മാൾസ്. ഇത് മൂന്നുമാണ് എൻ്റെ ഫേവറേറ്റ് കൺസീലർ. കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് റേറ്റ് ഉണ്ട്, അറിയാലോ, 600 സംതിങ് ആണ് ഇതിന് വരുന്നത്. പക്ഷെ ഈ ഒരു സാധനം എൻ്റെ ഇവിടെ കണ്ടോ, ഇവിടത്തെ എൻ്റെ എക്സാക്ട് ഷെയ്ഡാണ്. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം മാച്ച് ആണെന്നുള്ളത്. ഞാൻ പോലും കണ്ടിട്ട് ഇത്ര കറക്റ്റ് എനിക്ക് അതായിട്ട് കിട്ടണേന്ന്. ഇതും വലിയ കുഴപ്പമില്ല, ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഈ സാധനം അടിപൊളിയാണ്. ഇത് എൻ്റെ ഷെയ്ഡല്ല, എൻ്റെ ഷെയ്ഡിനേക്കാളും കുറച്ചുകൂടെ ലൈറ്ററാണ്. ഞാൻ അത്ര വെളുപ്പൊന്നുമില്ല. അപ്പം ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ മേടിച്ചപ്പോൾ എന്താണെന്നറിയോ, ശരിക്കും ഈ സാധനം ഇതിൻ്റെ കഴിഞ്ഞ് ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. ഇത് കഴിഞ്ഞപ്പം മേടിച്ചാണ്, പക്ഷെ ഷെയ്ഡ് മാറിപ്പോയി. കാരണം എൻ്റെ അടുത്തുള്ള പ്രോഡക്റ്റ്സിൻ്റെ കുഴപ്പമാണ്. ഞാൻ വലിയ ആവേശത്തിലില്ലേ. ഇവിടെ ഇങ്ങനെ നമ്മൾ ഇവിടെയാണല്ലോ അവരിങ്ങനെ ഷെയ്ഡ് പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിക്കുക, അത് പറിച്ചെടുക്കും. പിന്നെ അങ്ങോട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് നെട്ടോട്ട് ഓടും, ഷെയ്ഡ് ഏതാ. അങ്ങനെ ഇത് മേടിച്ച് കുടുങ്ങിയതാണ്. ഇതിൻ്റെ ഷെയ്ഡല്ല, ഇത് കുറച്ചുകൂടി ലൈറ്ററാണ്. പക്ഷെ മിക്സ് ചെയ്യുമ്പോൾ ഇത് ഇടാൻ പറ്റും. നമ്മൾ പാർട്ടി ലുക്കൊക്കെ കുറച്ചൊക്കെ ബ്രൈറ്റർ ആണ്, ഒന്ന് ഗ്ലോ ലുക്കൊക്കെ ചെയ്യുമ്പം ഇത് മാച്ചാണ്. അല്ലാണ്ട് ഇതിൻ്റെ ഷെയ്ഡ്, എനിക്ക് ഇതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ക്ലെയർമോയനോ എന്താണ്. ഞാൻ ലിങ്ക് എന്തായാലും ആഡ് ചെയ്യാം. ഇത് എത്രത്തോളം മാച്ചിങ് ആണെന്ന് കാണിച്ചു തരാം. കണ്ടോ, അത്ര അടിപൊളിയാണ് എൻ്റെ സ്കിന്നിൽ നല്ല മാച്ചാണ് ഈ സാധനം. നല്ല പേരുണ്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ വെറും ബ്ലാബ്ലായി പോവെന്ന്. കാരണം എനിക്ക് ഉള്ളൊരു ഇഷ്യൂ ആണിത്. ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഒട്ടും സംസാരിക്കൂല. ലൈക്ക് എന്താ ഭയങ്കര ചാടപ്പൻ്റെ ആയിരിക്കും ഞാൻ. അങ്ങനെ കേട്ടോ, സംസാരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരിക്കും. ബട്ട് ഞാൻ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വളവളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും. കാര്യമുള്ള കാര്യമൊന്നും ഞാൻ പറയില്ല, കാര്യമില്ലാത്ത കാര്യം പറയാൻ നല്ല ഉഷാറാണ് ഞാൻ. പിന്നെ കുറേ പേര് ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ പറയും ഡാർക്ക് സർക്കിൾസ് ഉണ്ടല്ലോ, ഡാർക്ക് സർക്കിൾസിനെ പറ്റി പറഞ്ഞ് ഞാൻ മടുത്തിക്കണ്. അത് വേറൊരു സത്യം. സോ ദ തിങ് ഈസ്, ഡാർക്ക് സർക്കിൾസ് പാരമ്പര്യമായിട്ട് വരുന്നതായതുകൊണ്ട് നമ്മൾ ഈ സെറം അതേപോലെ തന്നെ കൺസീലറൊക്കെ ഇട്ടിട്ട് മാറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് അത്ര ഈസി ആയിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പം ഒരു പോയിന്റ് വരെ അത് പോക്കാൻ പറ്റുള്ളൂ, നമുക്ക് കളയാൻ പറ്റുള്ളൂ. ബാക്കി അത് അവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും. സോ ഇപ്പം ഞാൻ കറൻ്റ്ലി എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. ഇപ്പം ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ നെറ്റിങ് ഇവിടെ എന്താ വേറെ കളർ തോന്നും. കാരണം ഈ നെറ്റിൽ ഇവിടെ കാണുന്ന കളറല്ല. ഇപ്പം ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് ടാലി ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഈ ഐബ്രോസിന് തൊട്ട് മേലെയും ഇവിടെ ഒരു ലൈൻ പോലെ വന്നിട്ട് വേറൊരു ഷെയ്ഡാണ് വരുന്നത്. ഭയങ്കര അണീവൻ സ്കിൻ ടോൺ ഉണ്ട് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് അത്. അപ്പം ഞാൻ അതിനിപ്പോൾ കറണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിത് എൻ്റെ ഒരു ഓർമ്മയിൽ ഇപ്പം നമുക്ക് ഒരു ഏജ് എത്തുമ്പോഴാണല്ലോ നമ്മളെ ഞാൻ നോക്കാൻ തുടങ്ങുക. അപ്പോൾ ആ ഒരു പ്രായം മുതൽ എൻ്റെ മനസ്സിൽ എൻ്റെ ഫേസ് ഓർമ്മ ഉള്ള കാലം മുതൽ എനിക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നു, സണ്ണ് തട്ടിയിട്ടാണെങ്കിലും പക്ഷെ ആ ഒരു ഭാഗം കാണുന്നുണ്ടാവില്ല. ഇങ്ങനെ ഇത്ര ഇല്ല, പക്ഷെ ബാക്കി അതിൻ്റെ മേലേക്ക് ആ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഈ സാധനം കിടക്കുന്നത്. അപ്പം
അപ്പം ഞാൻ അതിന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് അതിനൊരു ഇവിടെ തേക്കാനുള്ളൊരു ക്രീം ഉണ്ട്, പിന്നെ ഒരു ടാബ്ലറ്റും സംഭവമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് ഒരു 1 മന്ത് ട്രൈ ചെയ്തിട്ട് മാറ്റമൊന്നും ഇല്ലെങ്കിൽ പീലിംഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അതേപോലെ തന്നെ ഞാൻ ഡാർക്ക് സർക്കിൾസിനും ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ബട്ട് ഭയങ്കര ലിമിറ്റ് ഉണ്ട്, ലൈക്ക് കളയാൻ പറ്റുന്നതിന് ലിമിറ്റ് ഉണ്ട്. സോ അതാണ് എൻ്റെ ഡാർക്ക് സർക്കിൾസിൻ്റെ ഒരു കഥ. എല്ലാവരും എന്നോട് ചോദിക്കട്ടോ, ഉറങ്ങലില്ലേ, തീരെ ഉറങ്ങലില്ലേ, എന്ത് ഇത്ര ഡാർക്ക് സർക്കിൾസ് ഉറങ്ങലില്ലേന്ന്. അല്ല, എൻ്റെ ഉറക്കം പറയണ്ട. 10 മണി മുതൽ 7 മണി വരെ കറക്റ്റ് പക്കായിട്ട് ഉറങ്ങുന്ന ആളാണ് ഞാൻ. എൻ്റെ സ്ലീപ്പിംഗ് സ്കെഡ്യൂൾ ഒരിക്കലും ഞാൻ മിസ് ചെയ്യലില്ല. എപ്പോഴും ഞാൻ കറക്റ്റ് 7 to 8 hours സ്ലീപ്പ് എന്തായാലും എനിക്ക് കിട്ടലുണ്ട്. ലൈക്ക് ഇപ്പോൾ വൺസ് ഇൻ എ മന്ത് ഒക്കെയാണ് പിന്നെ എനിക്കൊരു 6 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങല്. അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ഞാൻ ഉറങ്ങുന്ന ആളാണ്. എന്നിട്ടും എനിക്കിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവല്ലോ, പണ്ടാറ മാറിപ്പോവാത്തൊരു സംഭവമാണ്. ഞാൻ ഒരു കൺസീലർ ഇട്ട് കഴിഞ്ഞു, അത് ഇതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഈ ഒരു സാധനം കൂടെ ജസ്റ്റ് അവിടെ ഇവിടെ തോണ്ടി കൊടുക്കാം. ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്താണെന്ന് പറയാം, എനിക്ക് നമുക്കിപ്പോൾ നേരിട്ട് ഇപ്പം ഞാൻ റെഡി ആവണത് വെറും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ ഫോട്ടോയിൽ നമുക്ക് കുറച്ച് ഭംഗി, ആ ഒരു ഗ്ലോ, ആ ഒരു മേക്കപ്പ് എടുത്ത് കാണിക്കും. എനിക്ക് ഇഷ്ടമാണ് മേക്കപ്പ് ഇട്ടാലും മേക്കപ്പ് എടുത്ത് കാണിക്കുന്നത്. ലൈക്ക് നമ്മളെ ബ്ലഷ് ഇട്ടാൽ ബ്ലഷ് ഒക്കെ ആ ഒരു സ്പെഷ്യാലിറ്റി എടുത്ത് കാണിക്കുക എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം എന്താ പറയുക, നമ്മളല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മേക്കപ്പ്. ഇപ്പം ചില ആൾക്കാരെ മേക്കപ്പ് നേരിൽ കാണാൻ എന്താ ഇങ്ങനെ ഭയങ്കര കേക്കായിട്ട് നിൽക്കുന്നതായിരിക്കും, പക്ഷെ ഫോട്ടോയിലും വീഡിയോ ക്യാമറയിലും ആ മേക്കപ്പ് അടിപൊളിയായിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും പുറത്തേക്കും കല്യാണത്തിനൊക്കെ പോകുമ്പം ചെയ്യണതിനേക്കാളും കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടെ കൂടുതൽ മേക്കപ്പ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആകുമ്പോഴും അപ്പോഴാണ് നമുക്ക് ഫോണിൽ നല്ല ഭംഗി കിട്ടുക. ഇനി ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മേലെ ജസ്റ്റ് എന്താ പറയുക, വളരെ ബേസിക് ആയിട്ടൊരു പിങ്ക് അല്ല, ഈ കളർ ഇട്ട് കൊടുക്കുക. ലൈക്ക് അല്ല, വേണം, ഇതിട്ട് കൊടുക്കുക. ഇതെന്താന്ന് വെച്ചാൽ സ്വിസ് ബ്യൂട്ടീൻ്റെ ക്രീമാൻറ്റിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. 100 സംതിങ് ആണ് ഇതിന് റേറ്റ് വരുന്നത്. സോ നെക്സ്റ്റ് ഒരു ഫൗണ്ടേഷൻ അല്ല, ഇത് ഫൗണ്ടേഷൻ ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ദിസ് ഇസ് കൈൻഡ് ഓഫ് ടിൻറ്റ്, ഫേസ് ടിൻ്റാണ്. ഞാൻ എപ്പോഴും വീഡിയോസിൽ ഇതാണ് യൂസ് ചെയ്യില്ല, പക്ഷേ ഈ സാധനം കഴിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്നും ഈ സാധനം വരുന്നില്ല, ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം. വേറെ വാങ്ങാൻ എപ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഞാൻ വാങ്ങിയതിന് ശേഷം, ഞാൻ അന്ന് വാങ്ങിയത് തന്നെ പ്രീ ബുക്ക് ചെയ്തിട്ട് ഒരു 1 മന്ത് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് എനിക്ക് ഈ ഒരു സാധനം കിട്ടിയത്. അപ്പം ഇനി വാങ്ങണമെങ്കിലും നല്ലോണം വെയിറ്റിംഗ് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ തോണ്ടിയെടുക്കും, കണ്ടോ, ഇങ്ങനെ തോണ്ടിയെടുക്കും. എന്നിട്ടാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യല്. നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഇത്ര നേരം ഞാൻ കൈ കൊണ്ടല്ലേ ചെയ്ത്, ഇതിൻ്റെ മാറ്റം നോക്കട്ടെ. ഓക്കെ, അപ്പം അതും ബ്ലെൻഡാക്കി കഴുത്തിലിടാൻ മറന്നിരിക്കുന്നു. കഴുത്തിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, മറ്റേ സാധനം ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, കോമ്പാക്ട് പൗഡർ. അപ്പം ഞാനിത് മൊത്തം ഇട്ട് കഴിഞ്ഞു. ഇപ്പോഴും എൻ്റെ ഫേസ് കേക്ക് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല, ഭയങ്കര ലൈറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു മേക്കപ്പ് ലുക്കും കിട്ടും. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അപ്പം ഇനി നമുക്ക് ബ്ലഷ് ഇടണം, ഹൈലൈറ്റർ ഇടണം. ബ്ലഷും ഹൈലൈറ്ററും ഐലൈനറും ലിപ്സ്റ്റിക്കും. മസ്കാര ഞാൻ ഇടുന്നില്ല, ഐലൈനറിന് ഞാൻ ഇട്ടിട്ട് കുറേ കാലമായി. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഒന്നാമത് മെയിനായിട്ട് പുറത്ത് പോലില്ല, പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ഐലൈനർ ഇടൂല, അറിയാമല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്കിനി റെഡി ആവാനുള്ള പരിപാടികൾ. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഡ്രസ്സ് കാണിച്ചു തരും, എന്നിട്ട് വീഡിയോ എടുക്കാൻ പോകും. അല്ലെങ്കിൽ ഞാൻ മാറ്റി കഴിയുമ്പോഴത്തേന് സൺലൈറ്റും പോവും, എല്ലാവരും പോവും. ആൻഡ് ബ്ലഷ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ ക്രീമിട്ട ബ്ലഷ് വിത്ത് ഷിയ ബട്ടർ എന്നുള്ള ഈ സാധനമാണ്. ഒരു ലക്ഷറി പാക്കേജാണ് ഈ ഒരു സാധനത്തിന്. ഈ സെയിം പാക്കേജാണ് റെവല്യൂഷൻ്റെ ഒരു ബ്ലഷിന് വരുന്നത്. ലൈക്ക് സെയിം, ഏറെക്കുറെ സെയിം തന്നെയാണ്. അത് ഇപ്പോൾ വേറെ ബ്രഷ് ഒക്കെ ബ്ലഷാണ്. ഇത് അടിപൊളിയാണ്. ഇതിങ്ങനെ 2 പോയിന്റ് മതി നമുക്ക്. അയ്യോ, കുഴപ്പമില്ല. ഞാൻ ഈ ഇത്ര എടുത്തിട്ടുള്ളൂ, ഈ ഒരു പോയിന്റ്. ഇത്ര ഞാൻ എടുക്കലില്ല. ഇപ്പം ഞാൻ അത് എടുക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫോട്ടോയിലും നല്ല ബ്ലഷ് വേണം. കാരണം ഞാൻ ഈ റീൽ ഇൻസ്പയർഡ് ആയിട്ട് എടുക്കുന്നത് ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസർ, വീഡിയോ ക്രിയേറ്ററിൻ്റെ ആണ്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഭയങ്കര ഈ ഒരു ബ്ലഷ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതുണ്ട്. ഈ വരിക്കൂര് ബ്ലഷ് ഇടും, ഒരിക്കലാണെങ്കിൽ അത് ഇട്ടാൽ ബോറും ഉണ്ടാവില്ല. നമ്മളൊക്കെ കുറേ ബ്ലഷ് ഇട്ട് പുറത്തിറക്കി ആരും മോന്തൊക്കെ അടിച്ച പോലെ ഉണ്ടാവും. ഞാനൊക്കെ കുറച്ചിട്ടാൽ തന്നെ എൻ്റെ ആദ്യം പറയും, എന്താ സാധാരണ മുഖത്ത് ഇത്ര ചോപ്പ്, എന്താ അതിങ്ങനെയെന്നൊക്കെ ചോദിക്കും.
അപ്പം ഞാൻ എന്തായാലും പുറത്തൊക്കെ കുറേ ബ്ലഷ് ഇടാൻ പറ്റില്ല നമുക്ക്, അതുകൊണ്ട് വീഡിയോ കുറേ ബ്ലഷ് ഇടാം. അപ്പം വീഡിയോയിൽ കാണാൻ കുറച്ച് മെനയുണ്ട്. കൂടുതലാണോ ചേട്ടാ? കുഴപ്പമില്ല. എനിക്ക് മൂക്കാരും അടിച്ച മാതിരിയുണ്ട്, പക്ഷെ ഇവിടെ എനിക്ക് ഐ ഫീൽ ലൈക്ക് കുറവാണ്. കണ്ണെഴുതാൻ ആസ് യൂഷ്വൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. സോ എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിൻ്റെ ക്രേസിൻ്റെ ഒരു ഐലൈനർ ഉണ്ട്. അങ്ങനെ കുറച്ച് ഐലൈനർ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് മറ്റേ ബ്ലൂ ഹെവൻ്റെ ഐലൈനറൊക്കെ. ഇതേപോലെ ഭയങ്കര സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്ന ഐലൈനർ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ്. എന്ന് എനിക്കും ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊരു 1.5 ഇയർ ഒരു വർഷം മുന്നേ വരെ എനിക്ക് കണ്ണെഴുതാൻ അറിയില്ലായിരുന്നു. കണ്ണെഴുതാൻ എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. ഇപ്പോഴും ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പം എനിക്ക് അറിയുന്നതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് കണ്ണെഴുതാൻ അറിയില്ല. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ കണ്ണെഴുതും. ലൈക്ക് അങ്ങനെ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പം പിന്നെയും കുഴപ്പമില്ല. ഞാൻ പിന്നെയും കുറച്ചൊക്കെ ഓക്കെ ആയിട്ട് എഴുതും കേട്ടോ. അപ്പം ഞാൻ വിളിച്ചാൽ തുടങ്ങും അവിടെ തട്ടി ഫുള്ളായി. നല്ല രസമുണ്ട്. ഇതാണ് ഞാൻ ഐലൈനർ ഇടാത്തത് ഫസ്റ്റ് ഓഫ് ഓൾ. അടുത്തത് ഇവിടെയാണ് പരന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ശരിയാവില്ല. ഒന്നില്ലെങ്കിൽ ഒന്ന് എൻ്റെ കണ്ണുമുണ്ടാവും. ഇൻസൈറ്റിൻ്റെ ഒരു സാധനമാണ്. ഒരു സാധനമല്ല, എന്താ പറയാ, കാജള്. ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇതൊട്ട് ഒരുമാതിരി എന്തോ പോലെ. ഓൻ്റെ ഇഷ്ടത്തിനാണ് എന്താണോ. ഞാൻ കുറേ ഇത്ര വരെ വരച്ചിട്ട് ഇതാപ്പായത്. അങ്ങനെ നമ്മൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ബ്ലഷും കുറച്ച് സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഹൈലൈറ്റർ ആക്കിയിട്ടിടാം. കുറച്ച് കൂടിപ്പോയി. അപ്പം ഞാൻ നല്ല ചോന്ന് കാണിച്ചതൊക്കെ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഇത്രയും നേരം മേക്കപ്പ് ചെയ്ത് വന്നില്ലേ, അതങ്ങോട്ട് കൊളാക്കി. ഇതിന്നിപ്പോൾ എനിക്ക് എന്ത് സുഖം കിട്ടി? എന്ത് ചിരിക്കണോ കരയണോ എന്ന് അറിയില്ല, അങ്ങനെ ഒരു അവസ്ഥ. കുഴപ്പമില്ല. കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ വരുമ്പോൾ, ഓൾറെഡി പിങ്ക് ലിപ്സ്റ്റിക് ഉള്ളതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് അത്ര മുഖത്തടിച്ച പോലെ തോന്നാത്തത്. ലിപ്സ്റ്റിക്കും കൂടെ, അല്ലെങ്കിൽ സബാഷ് വലിയ പെട്ടി എടുത്തോളൂ. ലിപ്സ്റ്റിക്ക് എടുക്കാൻ മറന്നു. സോ ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് വരാം. ഞാനൊരു ബ്രൗൺ ആൻഡ് ഒരു റെഡ് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഈ 2 ലിപ്സ്റ്റിക്കാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോണത്. ഇത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് മാഴ്സിൻ്റെ കോറസ് ഗേൾ. ഞാൻ ലാസ്റ്റ് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് രണ്ടും കൂടെയാണ് മിക്സ് ചെയ്യാൻ പോകണം. ആൻഡ് നിങ്ങളൊരു ലൈക്ക് അടിപൊളി ബ്രൗൺ ഷെയ്ഡ് തപ്പി നടക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ വൺ. ലൈക്ക് ബ്രൗൺ ഷെയ്ഡ് പക്ഷെ അടിപൊളിയാണ്. ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്യൂട്ടാവും. ഡാസ്ലർ 025ൻ്റെ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള അടിപൊളി സാധനം അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതുപോലെയല്ല, കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. കുറച്ചുകൂടെ ക്വാളിറ്റി ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഇതാണ് നമ്മുടെ ലാക്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ലിപ് ലൈനർ എടുക്കാൻ പിന്നെ മറന്നു, അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. കാണുന്നുണ്ടോ? ലൈക്ക് സോ ഗുഡ്. ഇതാണ് ആ ഷെയ്ഡ്. ലൈക്ക് എക്സാക്ട് ഷെയ്ഡ് ഇതാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ്ഡ്, അത്രേ പറയാനുള്ളൂ. സംഭവം സീനാണ്. ഞാൻ മറ്റേ ഷെയ്ഡ് ഇടണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ലൈക്ക് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഡാർക്ക് ആക്കണോ എന്നുള്ളത്. പക്ഷെ ലൈക്ക് ഐ എം സോ കൺഫ്യൂസ്ഡ്. ലിപ് ലൈനർ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. വേണ്ട അല്ലേ, ഇനി മറ്റേത് ഇടണോ? ഇതാണ് ആ ഷെയ്ഡ്. ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, ഇതും ഒരു ബ്രൗൺ പക്ഷെ റെഡ്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കണം. ഇല്ല മറ്റൊന്നുമില്ല എന്നാലും. അപ്പം നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മീ ലൈക്ക് മേക്കപ്പ് ഓൾമോസ്റ്റ് അല്ല, ഏറെക്കുറെ അല്ല, ഫുള്ള് കഴിഞ്ഞു. ഇനി ജസ്റ്റ് നമുക്കൊന്ന് എന്താ പറയുക, ഇത് ഫേസസ് കാനഡൻ്റെ കോമ്പാക്ട് പൗഡറാണ്. നല്ല അഫോർഡബിൾ ആണ്, അടിപൊളിയാണ്. കണ്ടോ, വട്ടത്തിലായി. ഇതിൻ്റെ 2ാമത്തെ 3ാമത്തെ ആണ്, എന്നിട്ടും വട്ടത്തിലായിട്ടുണ്ട് സാധനം. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ ഞാൻ ഇത് വെച്ചിട്ടാണ് എപ്പോഴും കവർ ചെയ്യാറ്. സോ ഗൈസ് കഴിഞ്ഞു. ഇതിൻ്റെ അത്ര ഇയറിങ്സ് ഇല്ല.
സോ ഐ ഡോണ്ട് നോ. ഇതൊന്നും അങ്ങോട്ട് ഇടാം, വേറെ ഇപ്പം എൻ്റെ ഇല്ല. ഇതിൽ ഈ സെയിം ഇതിൻ്റെ തന്നെ വേറെ മോഡൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണുന്നില്ല. ഒന്ന് കാണുന്നുണ്ട്. എന്തൊരവസ്ഥയാണ് എൻ്റെ അത്. നൈസായിക്കണില്ലേ ഈ കാര്യമൊക്കെ കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ഈ ഇങ്ങനെ ഓരോ സാധനം ഞാൻ എടുക്കാൻ മറക്കണം. ഇതാണ് എൻ്റെ റൂമിലല്ല ഞാനുള്ള പ്രശ്നം. ഇപ്പോൾ ചീർപ്പെടുത്തിട്ട് വരാം. ഇപ്പം സെറ്റായില്ലേ, ഇപ്പം എനിക്കും നല്ല എന്താ പറയുക ഇഷ്ടമായി. ലൈക്ക് സോ ഗുഡ്. ഗൈസ് നമ്മൾ തട്ടിടാൻ പോവാണ്. ഇപ്പം ശ്രദ്ധിച്ച് കണ്ടോ, ഔട്ട്ഫിറ്റിന്റെ കറക്റ്റ് ലുക്ക് ഞാൻ കാണിച്ചു. ഈ ഔട്ട്ഫിറ്റിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഈ ഷോളിലാണ്. അപ്പോൾ ഗൈസ് ബൈ.